ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിൻസ് ഫുഡ് കോർട്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അറബിക് സ്വീറ്റായ കുനാഫയാണ്. ഇത് എങ്ങനെ സിമ്പിളായി നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ട് നമുക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് ഇതിലോട്ട് ഇട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ സദാ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വെച്ച് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ 4-5 മിനിറ്റ് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് പാലും കൂടെ മിക്സ് ചെയ്തതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണമെന്ന് പറയുന്നത്. 1/4 ടീസ്പൂൺ വനില എസൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എസൻസ് അധികം ഒഴിച്ചാൽ നമ്മുടെ ക്രീമിന് ഒരു ചുവ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ മാത്രമേ ഒഴിക്കാവൂ. വനില എസൻസ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് കുറുകി വരുമ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്ക് 1/4 കപ്പ് ചീസ് ഇട്ട് കൊടുക്കാം. ക്യൂബ് ചീസാണ് കൂടുതൽ നല്ലത്. അതാകുമ്പോൾ നല്ലൊരു തിക്നെസ് കിട്ടും. എൻ്റെ കയ്യിൽ ക്യൂബ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ റെഡിമെയ്ഡ് ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നത്. ഫ്രഷ് ക്രീമും നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ചീസ് നല്ലവണ്ണം മിക്സ് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം ചീസ് മെൽറ്റായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 2 തുള്ളി ഓറഞ്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. കളർ കൂടുതൽ വേണമെങ്കിൽ 3 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. കളർ കൂടി ചേർത്ത് ഇളക്കി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കുനാഫ തയ്യാറാക്കുന്നതിന് വേണ്ടി 250 ഗ്രാം ടോപ്പ് മീ കുനാഫ ഡൗ ഞാൻ എടുത്തിട്ടുണ്ട്. തിന്നായ സേമിയ വെച്ചും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കുനാഫ ഡൗവിലാണ് ചെയ്യുന്നത്. ഇതൊരു പുഡിംഗ് ട്രേയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് ഒന്ന് നന്നായി ഇത് പൊടിച്ചു കൊടുക്കാം. പറ്റെ പൊടിയായി പോകരുത്. ഇങ്ങനെ പൊടിച്ചെടുത്ത ഡൗവിലേക്ക് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത ബട്ടർ നമുക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് കൈ വെച്ചൊന്ന് കുഴച്ച് കൊടുക്കാം. കുനാഫ ഡൗ ഓറഞ്ച് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ ഞാൻ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഡൗ നമുക്ക് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പാത്രം ഉപയോഗിച്ച് നമുക്കിതൊന്ന് അമർത്തി കൊടുക്കാം. അതിനുശേഷം തവ ഉപയോഗിച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ ബാക്കിയുള്ള ഡൗ ഇട്ട് കൊടുക്കാം. ഇതിനു ശേഷം റൗണ്ടിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. സൈഡൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലാക്കി 10 മിനിറ്റ് ഒന്ന് ഇത് വേവിച്ചെടുക്കാം. ഒരു ഭാഗം വെന്ത് ഗോൾഡൻ കളറിലാകുമ്പോൾ വേറൊരു പാനിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബട്ടർ തടവി കൊടുത്ത് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം. ഞാൻ ഇതുപോലെ തന്നെ ഒരു പാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുനാഫ തിരിച്ചിടാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിച്ച് പതിയെ രണ്ടാമത്തെ പാനിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. ഇതും 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 20 മിനിറ്റിന് ശേഷം കുനാഫ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ റെഡിയാക്കിയെടുത്ത കുനാഫയുടെ മുകളിൽ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് 1 സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച സിറപ്പ് മുഴുവൻ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമ്മുടെ കുനാഫക്ക് നല്ലൊരു മധുരം കിട്ടുക. കാൽ കപ്പ് പിസ്ത പൊടിച്ചത് ഇതിന് മുകളിൽ റൗണ്ട് ഷേപ്പിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിസ്ത പൊടിച്ച് ഇട്ട് കൊടുത്ത് കുനാഫ നല്ലൊരു ടേസ്റ്റിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്രീം തന്നെയാണ് കുനാഫക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഫുഡിന് ശേഷം നല്ലൊരു ഡെസേർട്ടായി പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അറബിക് സ്റ്റൈൽ കുനാഫ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ഷിൻസ് ഫുഡ് കോർട്ട്.